അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചക്കറികളും അതുപോലെ തന്നെ ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു പലഹാരം നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് മോമോസ്. നോമ്പിന് മാത്രമല്ല കേട്ടോ, നോമ്പല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. ഇപ്പം എന്തായാലും നോമ്പാണല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്. മൈദ വെച്ചിട്ടാണ് ഞാൻ ഈ മോമോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതാ മോമോസ് ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മൈദ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ബൗളിലേക്ക് മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കുകയാണ്. 2.5 കപ്പ് മൈദയാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചൂടുവെള്ളം കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. ഒഴിച്ചെടുക്കരുത്. ഒഴിച്ചെടുത്താൽ പിന്നെ മാവ് ലൂസായി പോവും. ഇനി ലൂസായി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുത്തിട്ട് ടൈറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ സ്പൂണൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ മാവ് ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതുപോലെ കുറച്ച് ഓയിൽ കയ്യിലെടുത്തിട്ട് ഞാൻ ഈ മാവിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഈ ബൗളിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ്റെ ഒരു 4 കഷ്ണങ്ങളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്നുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒറ്റ വിസിൽ മതി കേട്ടോ. ആ ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ കുക്കായി കിട്ടും. അപ്പോൾ അതാ ചിക്കന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് മുഴുവനായിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ അതാ ചിക്കന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മോമോസിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറികളും ചിക്കനൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സഡ് മോമോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 കപ്പ് ക്യാബേജും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലുള്ള ചിക്കനും വെജിറ്റബിൾസൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സോയാ സോസാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കട്ടോ. സോയാ സോസിൽ ഉപ്പുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചതിലും ഉപ്പുണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മളെ മോമോസിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തൂല, അതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഈ മാവിന്ന് അതുപോലെ കുറച്ച് വലിയൊരു ഉരുളെടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തിക്കല്ലിലിട്ടിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടി കൂടുകയും ചെയ്യരുത്, അതുപോലെ തന്നെ കട്ടി കുറയുകയും ചെയ്യരുത് കേട്ടോ. ഒരു 1/4 ഇഞ്ച് കനത്തിലൊക്കെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ മോമോസ്. അപ്പോൾ ഇതിവിടെ നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ മാവ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്നിച്ച് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ അപ്പം കുറച്ച് ചെറുതായി തോന്നിയിട്ടോ, അതുകൊണ്ട് ഞാനിതൊന്നിട്ട് പരത്തി കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ വലിപ്പം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സില്ലേ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മിക്സ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയിട്ട് ചാടൊന്നുമില്ല, അവിടെ സെറ്റായി നിന്നോളും. പിന്നെ അത് അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കാറില്ലേ, അതുപോലെ കേട്ടോ. നമ്മൾ സാരിക്കും പാവാടക്കൊക്കെ ഞൊറിവിട്ട് കൊടുക്കാറില്ലേ, അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇതുപോലെ പ്ലേറ്റൊക്കെ ഇട്ടിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ആ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിരിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പിരിച്ചെടുക്കുന്ന സമയത്ത് ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് മാവ് കൂടുതലായിട്ട് നിൽക്കും. അത് നമ്മൾ കൈവച്ചിട്ട് മുറിച്ച് കളയുക കേട്ടോ. അപ്പോൾ ഏറുള്ള മാവ് മുറിച്ച് കളഞ്ഞിട്ട് ഇതാ അതുപോലെ അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഈ മോമോസ് പ്ലേറ്റ് ഇട്ടെടുക്കണം നമ്മളെ കുട്ടികളാണ് കേട്ടോ. അവർക്കിത് കണ്ടപ്പോൾ രസം തോന്നി. അങ്ങനെ അവരിത് പ്ലേറ്റ് ഇട്ടെടുക്കണം. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മോമോസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കാറില്ല, അതേ ഷേപ്പിലൊക്കെ മോമോസ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ആട്ടോ ചെയ്യുക. ഇങ്ങനെ പിരിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. മോമോസ്ക്ക് നമുക്ക് ചുമന്നൊരു ചട്ടിനി കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മോമോസ് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള ചട്ടിനി കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ അതുപോലെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്റ്റീമർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ള മോമോസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു 9 മോമോസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് മതി കേട്ടോ. ആ ഒരു 15 മിനിറ്റ് തന്നെ മതി നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ മോമോസ്ക്കുള്ള ചട്ടിനി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് 5 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലുള്ള തക്കാളി മുളകൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. തക്കാളിൻ്റെ ആ തൊലിയൊക്കെ വിട്ടു പോരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതാ ഈ തക്കാളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും വേവിച്ചെടുത്തിട്ടുള്ള ഈ മുളകും കൂടെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ആ പച്ചമണക്കം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തക്കാളി മുളകൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. മോമോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിനിയാണിത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമ്മൾ ഇടക്കിടക്കായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ട് ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ മോമോസിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോമോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല എരിവും പുളി മധുരം ഉപ്പ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണിത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ 2.5 കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള 20 മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള മോമോസും നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസും ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.